ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളടുത്ത് പറഞ്ഞേൽപ്പിച്ച ഒരു വീഡിയോ ആണ് കാണിക്കണം എന്നുള്ളത്. ലക്ഷദ്വീപ് സൽക്കാരത്തിന്റെ വീഡിയോ ആണ്. തക്കാരം. നമുക്കിന്ന് തക്കാരം ഉണ്ട്. എവിടെയാണ്? ജസിമോന്റെ ഭാര്യ വീട്ടില്, സുമയ്യയുടെ വീട്ടില് നമുക്കിന്ന് തക്കാരമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രാത്രിയാണ് നമുക്ക് തക്കാരം. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാവാൻ ലേറ്റ് ആയതാണ്. അവർ നേരത്തെ വിളിക്കുന്നുണ്ട്. നമ്മൾ എമ്മിനെയൊക്കെ ഒരുക്കി ഞാനും റെഡിയായി. എല്ലാവരും കൂടി റെഡി ആകുമ്പോഴത്തേക്ക് ഈ ഒരു ടൈം ആയി. പിന്നെ അവർ ഓട്ടോറിക്ഷ ആയിട്ട് വരും അല്ലേ? അവര് വണ്ടിയായിട്ട് വിളിക്കാൻ വരും. എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയാൻ പറഞ്ഞു. ആ സമയത്ത് അവർ ഓട്ടോ ആയിട്ട് വരുമെന്നാ പറഞ്ഞത്. അതെ. അപ്പൊ നമ്മൾ എന്തായാലും റെഡിയായി നിൽക്കുന്നുണ്ട്. വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവര് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും വരും. ദൂരമൊന്നുമില്ല, ഇവിടുന്ന് അടുത്താണ്. നടക്കാനുള്ള ഇടവഴി കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തും. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പവർ കട്ടാണ്, രാത്രിയാണ്. കുട്ടികളെ കൊണ്ടൊക്കെ കുട്ടികളെ കൊണ്ട് പോകാനും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് നമ്മളെ കൂട്ടാൻ വരും. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. അവിടുത്തെ ഫുഡും അവരുടെ റൂമും, അതായത് ആങ്ങളുടെ പുതിയാപ്പിള അറ അവിടെയാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. പവർ കട്ടാണ്, കറണ്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെയും മിക്കവാറും കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എമർജൻസിയോ എന്തെങ്കിലും ഉണ്ടാവും അവിടെ. ഇവിടുന്ന് അടുത്താണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ ഇവിടെ അടുത്താണ്. അപ്പൊ അവിടെയും മിക്കവാറും കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മളെ വിളിക്കാൻ സുമയ്യ വന്നിട്ടുണ്ട്. അത്രക്കൊക്കെ വേണ്ട, എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ നമ്മളത് സുമയ്യാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനും സുമയ്യയും എമ്മിയും കൂടി സ്കൂട്ടിയിൽ വന്നു. ബാക്കി അവരൊക്കെ ഓട്ടോറിക്ഷയിലായിരുന്നു കേട്ടോ വന്നത്. ഉമ്മയുടെ അനിയത്തിയുടെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോറിക്ഷയിലായിരുന്നു വന്നത്. അങ്ങനെ നമ്മൾ ഇതേ അകത്ത് കയറി. ഇതാണ് സുമയ്യയുടെ വീട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ആങ്ങളയുടെ വൈഫിൻ്റെ വീടാണ് ഇത്. നമ്മൾ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ടൈമിലായിരുന്നു വന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. നമ്മളങ്ങനെ നാട്ടിലുണ്ടാവാറില്ലല്ലോ. പിന്നെ ഓട്ടോറിക്ഷയിൽ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കയറിയതേ ഇവിടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ആങ്ങളുടെ അറ കാണാനായിട്ട് പോവാം. ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പെണ്ണിൻ്റെ വീട്ടിലാണ് പുതിയാപ്പിള നിൽക്കുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് റൂമൊക്കെ സെറ്റാക്കുന്നത്. ഇതാണ് അവരുടെ റൂം. ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 1 വർഷമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നായിരുന്നു അവരുടെ കല്യാണം. അതായത് 2023 ഒക്ടോബർ 25-നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞ് 1 മാസമായി. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ടൈമിൽ തന്നെയാണ് നമ്മളും റൂം കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കല്യാണ തിരക്കിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളും കണ്ടത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വോട്ടിടാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന ടൈമിൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ആ ടൈമിൽ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിലും നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് വരുന്നത്. റൂം എന്തായാലും അടിപൊളിയാണ്, മാഷാ അല്ലാ. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെയാണ്. ആ സൈഡിലുള്ള വാൾ സ്റ്റിക്കറാണെങ്കിലും എനിക്ക് ആ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫർണിച്ചേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്. ഇത് ഷെൽഫാണ്. പിന്നെ ബെഡും എല്ലാം കണ്ടല്ലോ. ഇനി നമുക്കത് അങ്ങോട്ട് ഡ്രസ്സിങ് റൂം പോലെയാണ്, ചെറിയൊരു സ്പേസ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഡ്രസ്സിങ് ടേബിൾ പോലെ. പിന്നെ അവരുടെ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ മാക് ബുക്ക് അവിടെ ഉണ്ട്. ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയുള്ളൊരു സ്റ്റൂളാണ്. അതൊക്കെ ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ സുമയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് റൂം അന്നത്തെ പോലെ തന്നെ കല്യാണത്തിനുള്ള പോലെ തന്നെ ഒന്ന് സെറ്റാക്കി വെക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഫാമിലിക്കൊന്ന് റൂമിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാഷ്റൂമും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് അവരുടെ വാഷ്റൂം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലരും പല ഡിസൈനിലൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്.
ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു റൂം, അതിൽ ഫർണിച്ചേഴ്സ്, അതായത് സോഫയും ടീപ്പോയും ഒക്കെ അങ്ങനെയൊക്കെ മാത്രം വെക്കും. പിന്നെ അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ബെഡ്റൂം, അവർക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ. പിന്നെയും അകത്തേക്ക് കയറുമ്പോൾ നെക്സ്റ്റ് ഒരു ഡോറും കൂടി കയറുമ്പോൾ ഡ്രസ്സിങ് റൂമായിട്ട് കൊടുക്കും. അതിൻ്റെയും അകത്ത് കയറുമ്പോൾ വാഷ്റൂം. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതൊരു ട്രെൻഡായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പോൾ സിംഗിൾ റൂം തന്നെ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാറാണ് എല്ലാവരും ചെയ്യാറ്. അങ്ങനെ ഉമ്മയും വന്ന റൂമിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചുമ്മാ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയണം. അപ്പോഴത്തേക്ക് അവിടുന്ന് അവർ ഫുഡൊക്കെ എടുത്ത് വെക്കും. നമ്മൾ ആ ടൈമിൽ റൂമിലിരിക്കും. നമ്മളെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. സുമയ പിന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആളാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ദേ വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ അങ്ങനത്തെ വലിയ ചെടികൾ ഇഷ്ടമാണ്, എന്നാലും അങ്ങനെ വലിയ നോക്കി പരിപാലിക്കുന്ന ഒരു ശീലം എനിക്കില്ല ഉള്ളത് പറയാലോ. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ നോക്കും, ചെടികളൊക്കെ ഇഷ്ടമാണ്. ഉമ്മാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ആ സൈഡിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോവാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇതേ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫുഡൊക്കെ കാണിച്ചു തരാം, ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കെലാഞ്ചിയും ഫാലും. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മ തന്നെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ആദ്യം കെലാഞ്ചിയും ഫാലിൻ്റെ തുടങ്ങിക്കോ. ഇത് കെലാഞ്ചിയും പാലുമാണിത്. പിന്നെ ഇത് മുട്ടമാല, ഇത് അവിടെയല്ലോ ഉള്ളത് കേരളത്തിൽ. പിന്നെ ഇത് തരിപ്പോള ഒന്ന് പൊട്ടിച്ച് കാട്ടി കൊടുത്തേക്ക്. തരിപ്പോള റവയും മുട്ടയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ബട്ടലപ്പത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കായ്പോള, ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഞ്ചാരപ്പറ്റ ബാളക്കലാഞ്ചി, പിന്നെ വീണ്ടും റിപ്പീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ മെയിനായിട്ടുള്ള പുതിയാപ്പിള പലഹാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോൾ സൽക്കാരത്തിന് പോയാലും, പുതിയാപ്പിളിൻ്റെ വീട്ടിലെപ്പോൾ സൽക്കാരത്തിന് പോയാലും ഇതൊക്കെ നമുക്ക് വെച്ച് തരും. നമ്മുടെ ഇവിടെ ആദ്യം തന്നെ മധുരമാണ് കേട്ടോ കൊടുക്കുന്നത്, അതിന് ശേഷമാണ് മെയിൻ കോഴ്സിലേക്ക് കിടക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഡെസേർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണല്ലോ മധുരം കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യം ഇതിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൻ കോഴ്സ് വരുന്നത്. ആദ്യം നമ്മൾ ഈ സ്നാക്സൊക്കെ കഴിക്കും. പിന്നെ കെലാഞ്ചിയും പാലും അത് ഇട്ട് കഴിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നത് ഒറോട്ടി ആയിരിക്കും. ഒറോട്ടിയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ടുള്ള ചോറിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും കെലാഞ്ചി കഴിക്കുകയാണ്. സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കെലാഞ്ചി കഴിക്കുകയാണ്. എനിക്ക് ഫുഡൊക്കെ ശരിക്കും മിസ് ചെയ്തു. കാരണം ഞാൻ രാത്രി ഫുഡൊന്നും കഴിക്കാറില്ല. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ രാത്രി അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല. കാരണം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. രാത്രി ഫാസ്റ്റിംഗ് ആയിരിക്കും. എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം പ്രാക്ടിക്കലാവുന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ കുറേ ആയി രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഡിന്നറൊക്കെ സ്റ്റോപ്പ് ചെയ്യും. മാക്സിമം ഒരു 4 മണിക്കുള്ളിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും കൂടിപ്പോയാൽ ഒരു 6 മണി അങ്ങനെയാണ്. അങ്ങനെ കെലാഞ്ചി കഴിച്ച പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം അത് മധുരമാണല്ലോ. അപ്പോൾ ചിലരൊക്കെ അതിൽ തന്നെ ഇട്ട് ഭക്ഷണം കഴിക്കും. പക്ഷേ ചിലർക്ക് അതൊരു ഇഷ്ടാവില്ലല്ലോ. എനിക്കൊന്നും വലിയ താല്പര്യമില്ല. മധുരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അതിലിട്ട് ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ. ചിലരൊക്കെ കഴിക്കുന്ന കാണാം. അപ്പോൾ ഇതേ അടുത്തത് നമുക്ക് ഒറോട്ടി വന്നിട്ടുണ്ട്. ഒറോട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആന്ധ്രോത്തിലെ ഒറോട്ടി തന്നെ കഴിക്കണം. ഈ ഒറോട്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആന്ധ്രോത്തിൽ തന്നെ ട്രൈ ചെയ്യണം. കാരണം ആന്ധ്രോത്തിൽ മാത്രമാണ് ഇങ്ങനെ കൈകൊണ്ട് പരത്തി ചുടുന്നത് ഒറോട്ടി. ബാക്കിയെല്ലാം ഈ ചപ്പാത്തി പ്രസ്സില്ലേ അതിൽ വെച്ചിട്ട് ഈ പത്തിരി പ്രസ്, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ബാക്കി ദ്വീപിലൊക്കെ ചുട്ടെടുക്കുന്നത്. നമ്മുടെ ആന്ധ്ര ദ്വീപിൽ മാത്രമാണ് ഇങ്ങനെ കൈ കൊണ്ട് പരത്തെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല തിന്നാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ആന്ധ്രത്തിലെ ഒറോട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ എവിടെ നിന്നും ഒറോട്ടി കഴിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ സാമ്പാർ വെജിറ്റബിൾ കറിയാണെന്ന് തോന്നുന്നു, അതുമുണ്ട്. പിന്നെ മീൻ പൊരിച്ചതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങാച്ചോറുണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ടായിരുന്നു,
അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഇപ്പോഴാണ് മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒറോട്ടിയാണ് ചോറിന് മുൻപ് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴത്തേക്കിന് നമ്മുടെ വയറ് ഏകദേശം ഫില്ലാവും. കാരണം നമ്മൾ സ്നാക്സ് കഴിച്ചു, പിന്നെ കെലാഞ്ചി കഴിച്ചു, പിന്നെ ഒറോട്ടി കഴിച്ചു, പിന്നെ ചോറ് കഴിക്കാൻ നമ്മുടെ വയറിൽ വലിയ സ്പേസ് ഉണ്ടാവില്ല. എന്നാലും എല്ലാത്തൊന്നും കുറച്ചെടുത്ത് നമ്മളിങ്ങനെ കഴിക്കും. ഇപ്പോൾ ആ സൈഡിൽ കൂടെ പാസ് ചെയ്തതാണ് സുമയ്യയുടെ ഉമ്മ. പിന്നെ ഉമ്മാൻ്റെ അപ്പുറത്തിരിക്കുന്നത് സുമയ്യയുടെ ഇളയ അനിയത്തിയാണ്. അവർ 5 മക്കളാണ്, 5 പേരാണ്. കുട്ടികളൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കുന്നുണ്ട്. ഉമ്മയും രാത്രി അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉമ്മ കഴിച്ചിട്ടുണ്ട്. അതെ, ബീഫ് റോസ്റ്റ് വന്നിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് കഴിക്കാറില്ല, എന്നാലും ഇത് കണ്ടപ്പോൾ കഴിക്കാനൊക്കെ തോന്നി. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, മാഷാഅല്ലാ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ കഴിച്ചില്ല. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, എനിക്ക് തന്നെയാണ് നഷ്ടം. പിന്നെ ഞാൻ ഓർത്തു കുഴപ്പമില്ല, നമുക്ക് ഇനിയും കഴിക്കാമല്ലോ, ആദ്യം ഒന്ന് ഫിറ്റ് ആവട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ കൂടെ കണ്ടപ്പോഴേക്കും എൻ്റെ കൺട്രോൾ കുറേയൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, ചിക്കൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ ചിക്കൻ്റെ വലിയൊരു ഫാനാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഞാനതൊക്കെ നോക്കി കുറേ നിന്നു. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി അങ്ങനെ ആരും കഴിച്ചില്ല. ഇത്രയും ഈ ഒറോട്ടി, കെലാഞ്ചി ഇതൊക്കെ ഉള്ള ടൈമിൽ ചപ്പാത്തി ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. പക്ഷേ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഉപ്പേരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നെ കഴിക്കാൻ അവിടെ നിന്ന് കുറേ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കഴിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ട് അവസാനം ഞാൻ പിടിച്ചു നിന്നു, എന്തായാലും കഴിച്ചില്ല. പിന്നെ ദേ പപ്പടമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വേണ്ടവർക്ക് പപ്പടം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാഷാഅല്ലാ നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടാവുന്ന വിധം അവർ അടിപൊളിയാക്കിയിട്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഷാഅല്ലാ. ഫുഡ് കഴിച്ച് ഏകദേശം കഴിയാനാവുമ്പോഴത്തേക്കതേ ഫ്രൂട്ട്സും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഉള്ള പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ പറയുന്നില്ല, നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് സുമയ്യയുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ വർക്ക് ഏരിയയിലെ കിച്ചണിലെ വർക്ക് ഏരിയയാണ് ഇത്. അപ്പുറത്തൊരു ഷെഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഷെഡിലാണ് അടുപ്പ് വെച്ചിട്ടുള്ളത്. നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പ് വെച്ചിട്ടുള്ളത് ഇതേ ഷെഡിലാണ്. ഈ ചെയ്യുന്ന പരിപാടി ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാവും, ചിലർക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ തീയെടുത്തിടുകയാണ്. ഇതാണ് സുമയ്യയുടെ വീട്ടിലെ കിച്ചൺ. പുതിയ വീടാണ് കേട്ടോ, 1 വർഷമായിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണും കൂടി കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ അത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഉമ്മ കാത്തിരുന്ന സാധനം വരുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം, ഫൊയില ബലിക്കൽ. ഇനിയിപ്പോൾ നമ്മുടെ ആന്ധ്രാദ്വീപിൽ ഫുഡ് കഴിച്ചതിന് ശേഷം എന്നല്ല, എല്ലാ വീട്ടിലും കാണും ഇങ്ങനെ ഒരു ഫൊയിലത്തുണ്ട്. അതിങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ചിലർക്ക് നിർബന്ധമാണ്. ചിലർ ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം വലിക്കും, ചിലർ 1-2 പ്രാവശ്യം വലിക്കും. അങ്ങനെ എല്ലാ വീട്ടിലും കാണും. കല്യാണ പരിപാടികൾക്കൊക്കെ ഇത് നിർബന്ധമാണ്. കല്യാണ പരിപാടികളല്ല, എന്ത് പരിപാടികൾക്കും ഇത് നിർബന്ധമാണ് കേട്ടോ. പെണ്ണുങ്ങളാണ് കൂടുതൽ വലിക്കുന്നത്, ആണുങ്ങളും വലിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചെത്തുമ്പോൾ അവർ ഒന്നിച്ചിരുന്ന് ഇതുപോലെ ഫൊയില വലിക്കും. പുകയില ആണെന്ന് തോന്നുന്നു ഫൊയില എന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഫൊയില എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് പുകയില തന്നെ ആയിരിക്കും. അതിങ്ങനെ ഇതത്ര നല്ലതൊന്നുമല്ല ആരോഗ്യത്തിന്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് റൂമിലേക്ക് തന്നെ പോന്നു. കാരണം ഇവിടെ AC ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കയറിയിരുന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ റൂം ശരിക്കും നമ്മുടെ വീട്ടിലായാൽ മതിയായിരുന്നു അല്ലേ, നമ്മുടെ വീട്ടിൽ ഇത് ഞങ്ങളുടെ റൂമായാൽ മതിയായിരുന്നു എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അവരോരോന്ന് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ചിരി വരും. കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ ടേബിളിൽ കയറി ഇരിക്കുന്നു, സോഫയിൽ കയറി
ചാടുന്നു, ബെഡിൽ കയറി ചാടുന്നത് വേറെ, പിന്നെ അതുപോലെ മറ്റേ കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് കറങ്ങുന്നത് വേറെ, അങ്ങനെ ഫുൾ അലമ്പായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഒരാളെ സൈഡാക്കുമ്പോൾ അടുത്ത ആൾ തുടങ്ങും, അങ്ങനെ ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല, കുട്ടികൾ ഭയങ്കര അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സമയം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ പാട്ടൊക്കെ കേട്ടപ്പോൾ എമി അവിടെ നിന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ ഇപ്പോൾ കാണിച്ചു തരാം. അവൾക്ക് ആകെ അറിയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് തന്നെയാണ് അവൾ കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതേ കറങ്ങുന്ന കസേര എടുത്തിട്ട് ഇവർ 3 പേരും കൂടി അടിയായിരുന്നു. 3 പേർക്കും അതിൽ കയറിയിരിക്കണം. അങ്ങനെ ഭയങ്കര അലമ്പായിരുന്നു. ഒരു വിധമാണ് മാനേജ് ചെയ്ത് ഇരുത്തിയത്. എമ്മിക്കാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരെയും കിട്ടിയത് കാരണം അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ വീട്ടിലെപ്പോഴും ഒറ്റക്കാണല്ലോ, കൂട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ തിരിച്ചു പോവാൻ നോക്കാണ് വീട്ടിലേക്ക്. ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുഡൊക്കെ മാഷാഅല്ലാ സൂപ്പർ ആയിരുന്നു. മക്കളൊക്കെ ഈ ബെഡിൽ കിടന്ന് ചാട്ടവും ഓട്ടവും ഒക്കെയാണ്. ഇനിയും നിന്ന് കഴിഞ്ഞാൽ റൂം മൊത്തം അലമ്പാവും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പോയി കളയാന്ന് വിചാരിക്കുന്നു. കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, എന്നിട്ട് ബെഡിലൊക്കെ കയറി ഇങ്ങനെ ചാടുകയാണ്. എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് ഹുക്ക വലിച്ചു. അപ്പൊ ഹുക്ക വലി നല്ലതല്ല, വെറുതെ രസത്തിന് വേണ്ടി വലിച്ചതാണ്. ഞാൻ വലിക്കാൻ വേണ്ടി കാണിച്ചതല്ല, പക്ഷേ വെറുതെ ഒരു രസത്തിന് കൂട്ടു അവരൊക്കെ ആയപ്പോ ഒന്ന് വലിച്ചു നോക്കിയതാ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ പുതിയ വീഡിയോക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.